ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കാർത്തിക എടുത്ത ആ കേക്ക് പീസ് കണ്ട് അവിടേക്ക് പപ്പി മോള് എത്തുന്നു. വിഷ്ണുവച്ചന് ഞാൻ കേക്ക് കൊടുത്തില്ലല്ലോ സത്യ എന്ന് പറഞ്ഞ് പപ്പി വേഗം വന്ന് കാർത്തികയുടെ കയ്യിലിരിക്കുന്ന ആ കേക്ക് പീസിനായിട്ട് വഴക്ക് കൊടുന്നു. പപ്പി ആൻറ്റി എനിക്ക് വേണം ആ കേക്ക് പീസ് എന്ന് പറഞ്ഞതും ഉടനെ പപ്പിയോട് പൊന്നി പറഞ്ഞു, മോളെ അതിന് ഇതിൽ വേറെ കേക്ക് പീസ് ഉണ്ടല്ലോ, അത് മോളെടുത്തോ എന്ന് പറഞ്ഞിട്ടും പൊന്നിയുടെ വാക്കുകൾ കേൾക്കാൻ നിൽക്കാതെ പപ്പി ബഹളം വെച്ചു. എനിക്ക് ചെറിയുള്ള ആ കേക്ക് പീസ് തന്നെ വേണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുമ്പോൾ കാർത്തികയോട് പൊന്നി പറഞ്ഞു, ആ കേക്ക് പീസ് പപ്പി മോൾക്ക് കൊടുത്തേക്ക്. അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു, അയ്യോ പറ്റില്ല, എനിക്ക് ഇത് തന്നെ വേണം, ഈ ചെറിയുള്ള പീസ് എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് കാർത്തിക നിർബന്ധം പിടിക്കുന്നത് കണ്ട് പൊന്നി ചോദിച്ചു, അയ്യോ കാർത്തികയെ ഇതെന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ആ ചെറിയുള്ളത് ആ കുഞ്ഞിനും കൊടുത്തേക്ക്, ഒന്നും അല്ലെങ്കിലും ഇന്നത്തെ ബർത്ത്ഡേ ഗേളല്ലേ പപ്പിമോള്, അതുകൊണ്ട് തന്നെ മോൾക്ക് തന്നെ അത് കൊടുക്ക് എന്ന് പറഞ്ഞിട്ടും കാർത്തിക കൊടുക്കാൻ മടി കാണിക്കുന്നത് കണ്ട് പൊന്നി നിർബന്ധപൂർവ്വം കാർത്തികയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് പപ്പിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്താ കാർത്തികയ്ക്ക് ചെറി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ കിച്ചണിൽ നിന്ന് എടുത്തു തരാം, എന്താ അതുപോലെ എന്ന് പറഞ്ഞ് പൊന്നി വേഗം തൻ്റെ കയ്യിലിരിക്കുന്ന ആ കേക്ക് പീസുകളുമായിട്ട് നേരെ മധുശ്രീയുടെ അരികിലേക്ക് എത്തി. എന്താ ഒരു പീസ് എടുക്കുന്നോ എന്ന് മധുശ്രീയോട് ചോദിക്കുന്നത് കേട്ട് മധുശ്രീ കൊണ്ടുപോടി എന്ന് പറഞ്ഞതും ചിരിച്ചുകൊണ്ട് പതുക്കെ അവിടെ നിന്ന് ആ കേക്ക് പീസുകളുമായിട്ട് പൊന്നി അകത്തേക്ക് പോയി. അപ്പോഴേക്കും കാർത്തിക ആകെ ടെൻഷനോടെ മധുശ്രീയുടെ അരികിലേക്ക് എത്തി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മധുശ്രീ എന്ന് ചോദിച്ചപ്പോൾ മധുശ്രീ പറഞ്ഞു, കുഴപ്പമില്ലടി, എനിക്ക് ഇന്ന് ചെറിയൊരു ഡെഡ് ബോഡി ആണെങ്കിലും കിട്ടിയാൽ മതി. അത് കേട്ടതും ഞെട്ടലോടെ കാർത്തിക അടുത്ത് നിൽക്കുന്ന മധുശ്രീയെ നോക്കിയതും മധുശ്രീ പറഞ്ഞു, നീ എന്താടി ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അതെ, ഞാനൊരു പിശാചാണെന്ന് നീ ഇപ്പം കരുതുന്നുണ്ടാവും അല്ലേ, എന്നാലും പ്രശ്നമില്ല, ആ കുട്ടി മരിച്ചാലും അത് ശാലിനിക്കുണ്ടാകുന്ന നഷ്ടം തന്നെയാണ്. സ്വന്തം അനുജത്തിയുടെ ചോരയല്ലേ ഈ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പോകുന്നത്. അപ്പോൾ പിന്നെ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വരുന്ന ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് എന്ന് പറഞ്ഞ് മധുശ്രീയും കാർത്തികയും ആ കാഴ്ച കാണാൻ അങ്ങനെ കാത്തിരിക്കുമ്പോൾ കാർത്തിക ആകെ വിഷമത്തോടെ ആ കുട്ടിയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ പപ്പി തൻ്റെ കയ്യിലെ കേക്ക് പീസുമായിട്ട് നേരെ വിഷ്ണുവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, വിഷ്ണു വെച്ചാ ദാ കേക്ക് എന്ന് പറഞ്ഞ് വിഷ്ണു നേരെ നീട്ടി. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതിന് എനിക്ക് കേക്ക് കിട്ടിയല്ലോ മോളെ എന്ന് പറഞ്ഞപ്പോൾ പപ്പി പറഞ്ഞു, അതല്ല വിഷ്ണു വെച്ചാ ഞാൻ തന്നില്ലല്ലോ കേക്ക് ദാ എന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണു നേരെ നീട്ടി. അപ്പോഴേക്കും വിഷ്ണു വേഗം അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ ബർത്ത്ഡേകളുടെ തൊപ്പിയൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞ് അതൊക്കെ ആ തൊപ്പിയൊക്കെ ശരിയാക്കി വെച്ചിട്ട് പപ്പി മോൾ നീട്ടിയ ആ കേക്കിൻ്റെ പീസിൽ നിന്ന് സൈഡിൽ നിന്ന് കുറച്ച് മധുരം വിഷ്ണു എടുത്ത് വായിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, കൊള്ളാം എന്ന് പപ്പി മോളോട് പറഞ്ഞിട്ട് ഇനി മതി വിഷ്ണു അച്ഛന് ഇത്ര മതി എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ശകലം പപ്പി മോൾക്കും കൊടുത്തു. എന്നിട്ട് ഇത് കൊണ്ടുപോക്കോ വിഷ്ണു അച്ഛൻ്റെ ചിന്തിരി മോളല്ലേ എന്ന് പറഞ്ഞ് പപ്പിയെ കൊഞ്ചിച്ചിട്ട് അതുമായി പൊയ്ക്കോളാനായി വിഷ്ണു പറയുന്നു. പക്ഷേ പപ്പി മോള് ആ കേക്ക് വാങ്ങിക്കാൻ കൂട്ടാക്കാൻ നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, എന്നിട്ടും വിഷ്ണു അച്ഛനെ മറന്നുപോയില്ലേ നീ കേക്ക് കട്ടിയെന്ന് നേരത്തെ എന്ന് പറഞ്ഞപ്പോൾ പപ്പി പറഞ്ഞു, ഇല്ല വിഷ്ണു അച്ഛാ, അതല്ലേ വിഷ്ണു അച്ഛന് ഞാൻ കേക്കുമായിട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു ഉടനെ എന്നാ എനിക്കൊരു ഉമ്മത എന്ന് പറഞ്ഞ് പപ്പി മോളെ കൊണ്ട് തൻ്റെ കവളത്ത് ഉമ്മ വെപ്പിച്ചു. അതിനുശേഷം എന്നാൽ ശരിയെന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ ഇരിക്കുമ്പോൾ പപ്പി പറഞ്ഞു, പറ്റില്ല വിഷ്ണു അച്ഛൻ ഈ കേക്ക് കഴിക്കണം എന്ന് പറഞ്ഞു. വിഷ്ണു ഓ അയ്യോടാ അങ്ങനെയാണോ എന്നാ എന്ന് പറഞ്ഞ് ആ കേക്ക് പീസ് വാങ്ങിച്ചു. അതും വാങ്ങി അങ്ങനെ വിഷ്ണു അവിടെ തന്നെ ഇരിക്കുമ്പോൾ പപ്പി സത്യയുടെ കൂടെ നേരെ കിച്ചണിലേക്ക് ഓടിപ്പോയി. അപ്പോഴേക്കും വിഷ്ണു ആ കേക്ക് പീസും പിടിച്ച് കയ്യിൽ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് കാർത്തിക ആകെ ടെൻഷനിലായി. അപ്പോഴാണ് മധുശ്രീ കാർത്തികയോട് പറഞ്ഞത്, വെരി ഗുഡ്, ഇതാണ് ശരിക്കുള്ള കാര്യം. സത്യത്തിൽ ഇത് കഴിച്ച് വിഷ്ണുവിൻ്റെ ജീവൻ ഇല്ലാതായാൽ അതോടെ തീർന്നു ശാലിനിയുടെ അഹങ്കാരവും അവളുടെ ജീവിതവും. അവൾക്ക് പിന്നെ അവളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടമായിരിക്കും വിഷ്ണുവിൻ്റെ ജീവൻ. അതുകൊണ്ട് അവൾ പിന്നെ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കോ, പിന്നെ ഒരു നിമിഷം പോലും അവൾ ജീവിക്കാനോ സാധ്യതയില്ല എന്ന് മധുശ്രീ അറിയിച്ചു. അങ്ങനെ മധുശ്രീയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിത്തെറിച്ച് അങ്ങനെ കാർത്തിക നിൽക്കുമ്പോഴാണ് വിഷ്ണു ആ കേക്കും കയ്യിൽ പിടിച്ച് നേരെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ സിറ്റൗട്ടിൽ വന്ന് തനിച്ച് നിൽക്കുന്ന ശാലിനിയെ കണ്ടത്. വിഷ്ണുവിൻ്റെ ആ നോട്ടം കണ്ടതോടെ കമലിന് അപ്പോഴേക്കും കാര്യം മനസ്സിലായി. ഉടൻ തന്നെ വിഷ്ണു ആ കേക്കുമായി നേരെ സിറ്റൗട്ടിലേക്ക് പോകുന്നു. ഇത് കണ്ടതോടെ മധുശ്രീ മനസ്സിൽ പറഞ്ഞു, ഇതിനെങ്ങോട്ടാണ് ഈ പോകുന്നത് അതുമായിട്ട് എന്നാലോചിച്ചങ്ങ് നിൽക്കുമ്പോൾ വിഷ്ണു ആ കേക്കുമായി ശാലിനിക്ക് അരികിലേക്ക് എത്തി. വിഷ്ണുവിൻ്റെ അരികിലേക്ക് വന്നെന്ന് മനസ്സിലാക്കിയ ശാലിനി ശ്രദ്ധിക്കാതെ അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു അരികിൽ വന്ന് ശാലിനി എന്ന് 2-3 തവണ വിളിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞോളൂ വിഷ്ണുട്ടാ. അപ്പോഴേക്കും വിഷ്ണു ശാലിനിയുടെ നേരെ ആ കേക്ക് പീസ് നീട്ടി, ദാ കേക്ക് കഴിക്കുക എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരുന്ന ആ ചെറിയ വെച്ചിരിക്കുന്ന കേക്ക് ശാലിനിക്ക് നേരെ നീട്ടി.
അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ഞാൻ കേക്ക് കഴിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു ചോദിച്ചു, ഞാൻ തന്നില്ലല്ലോ ശാലിനി എന്ന് പറഞ്ഞപ്പോൾ ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു, അതിനിപ്പോൾ ഇവിടെ വേറെ ആളുണ്ടല്ലോ വിഷ്ണുട്ടാ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു ആകെ വിഷമത്തോടെ ശാലിനി എന്ന് വിളിച്ചു. ആ നിമിഷം ശാലിനി മനസ്സിൽ, എന്നോട് ക്ഷമിക്കണേ വിഷ്ണുവേട്ട എന്ന് വേദനയോടെ ഇങ്ങനെ പറയുമ്പോൾ മധുശ്രീ കാർത്തിയോട് ചോദിച്ചു, കണ്ടില്ലേ എത്ര മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നതെന്ന്. വിഷ്ണു അവൻ്റെ കൈകൊണ്ട് തന്നെ വിഷമമുള്ള ആ കേക്ക് ശാലിനിക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശാലിനിയുടെ നേരെയുള്ള വിഷ്ണു ആ കേക്ക് നീട്ടുന്നത് കണ്ട് ആകെ വിഷമത്തോടെ തന്നെ കാർത്തിക നോക്കി. കുറ്റബോധത്തോടെ അങ്ങനെ കാർത്തിക നോക്കി നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു, വിഷ്ണുടം പോയിക്കോ, ഇനി ആളുകളെ കൊണ്ട് പുതിയതോരൊന്നും പറയിക്കണ്ട എന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുമ്പോൾ ശാലിനി മനസ്സിൽ വിഷ്ണുവിനോട് ക്ഷമ ചോദിച്ചു. അപ്പോഴാണ് അവിടേക്ക് സത്യ ഓടിയെത്തിയത്. ബിഗ് ഫ്രണ്ട് എന്ന് വിളിച്ചതും അപ്പോഴേക്കും വിഷ്ണു സത്യയെ നോക്കി. ഉടനെ തന്നെ സത്യമോളി ചോദിച്ചു, ആഹാ ചെറിയുള്ള കേക്ക് എന്ന് പറഞ്ഞതും വിഷ്ണു ചോദിച്ചു, മോൾക്ക് വേണോ? അപ്പോഴേക്കും സത്യ പറഞ്ഞു, എനിക്ക് തരുമോ ബിഗ് ഫ്രണ്ട് എന്ന് ചോദിച്ചതും എന്നാൽ ശരി മോളെടുത്തു എന്ന് പറഞ്ഞ് വിഷ്ണു ആ കേക്ക് പീസ് സത്യമോൾക്ക് നൽകി. സത്യ അത് വാങ്ങിച്ച് അങ്ങനെ നിൽക്കുന്നത് കണ്ടതോടെ ആ കാഴ്ച കണ്ട മധുശ്രീക്ക് ആകെ ടെൻഷനായി. ഇതൊക്കെ എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നാലോചിച്ച് മധുശ്രീ ആകെ ടെൻഷനോട് നിൽക്കുമ്പോൾ ശാലിനി പിന്നെ തന്നോട് മിണ്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെ വിഷ്ണു മറ്റൊന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. വിഷ്ണു പോയി കഴിയുമ്പോഴേക്കും സത്യമോള് കേക്കുമായി പോകാൻ തുടങ്ങിയപ്പോഴേക്കും ശാലിനി സത്യയെ വിളിച്ചു. മോളെ എന്ന് വിളിച്ചതും എന്താ അമ്മേ എന്ന് ചോദിച്ചതും ശാലിനി ചോദിച്ചു, അമ്മയ്ക്ക് ആ കേക്ക് തരുമോ? അത് കേട്ട ഉടനെ തന്നെ സത്യ ചോദിച്ചു, അമ്മയ്ക്ക് ഞാൻ കേക്ക് തന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ചോദിച്ചു, അമ്മയ്ക്ക് ഈ കേക്ക് തരാമോ മോള്? അപ്പോഴേക്കും സത്യ ചോദിച്ചു, അമ്മയ്ക്ക് ഞാൻ വേറെ കേക്ക് പീസ് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, വേണ്ട അമ്മയ്ക്ക് ഇത് തന്നെ മതി എന്ന് പറഞ്ഞ് ശാലിനി നിർബന്ധം പിടിച്ചത് കേട്ട് സത്യ ചോദിച്ചു, എന്നാൽ ഈ ചെറി ഞാൻ എടുത്തോട്ടെ അമ്മേ എന്ന് പറഞ്ഞതും ശരി മോൾ ചെറി എടുത്തോ എന്ന് ശാലിനി സമ്മതിച്ചു. സത്യമോള് ആ ചെറി തൻ്റെ കയ്യിലെടുത്തിട്ട് ആ കേക്ക് പീസ് ശാലിനിക്ക് നൽകി. ഇത് കണ്ടതോടെ കാർത്തികയോട് മധുശ്രീ ചോദിച്ചു, ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കാർത്തിക അപ്പോഴേക്കും പറഞ്ഞു, എനിക്കറിയില്ലല്ലോ, ഞാനും കാണുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സത്യ തൻ്റെ കയ്യിൽ കിട്ടിയ ആ ചെറിയുമായി നേരെ അകത്തേക്ക് പോയി. ഈ സമയത്ത് ശാലിനി വിഷ്ണു തനിക്ക് നേരെ നീട്ടിയ ആ കേക്ക് പീസ് കയ്യിൽ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ മറ്റാരും അത് കാണുന്നില്ലെന്നുള്ള വിശ്വാസത്തിലും ശാലിനി പതുക്കെ ആ കേക്ക് പീസ് കഴിച്ചു തുടങ്ങി. അപ്പോഴാണ് സത്യ ചെറിയുമായിട്ട് നേരെ മുകളിലേക്ക് കയറിയത്. സ്റ്റെയർ കയറി മുകളിലെത്തിയ സത്യയെ കണ്ട പപ്പി ചോദിച്ചു, ഹായ് ചെറി, ഇത് എവിടുന്നായി ചെറി കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ഇത് എനിക്ക് എൻ്റെ ചെറിയ എന്ന് സത്യ പറഞ്ഞു. ഇത് ഞാൻ വിഷ്ണുവച്ചന് കൊടുത്താണല്ലോ എന്ന് സത്യയോട് പപ്പി അന്വേഷിച്ചതും സത്യ പറഞ്ഞു, ഇത് എൻ്റെയാ എന്ന് പറഞ്ഞ് സത്യ അതുമായി മുകളിലേക്ക് പോയി. ഉടനെ തന്നെ സത്യയുടെ പിന്നാലെ നിക്ക് സത്യ എന്ന് പറഞ്ഞ് പപ്പിയും ഓടിപ്പോകുന്നു. കുട്ടികൾ രണ്ടുപേരും മുകളിലേക്ക് ഓടിപ്പോകുന്നത് കണ്ട് മധുശ്രീക്കും കാർത്തിക്കും വീണ്ടും ടെൻഷനായി. ഇതെന്താ ഈ പിള്ളേരെ കാണിക്കുന്നത് എന്ന് ചോദിച്ച് രണ്ടുപേരും ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ കാർത്തിക പറഞ്ഞു, ഇനി പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അപ്പോഴേക്കും മധുശ്രീ പറഞ്ഞു, എന്തായാലും രണ്ടെണ്ണോ ഇന്നത്തോടെ തീർന്നോളൂ. അഥവാ അങ്ങനെ സംഭവിച്ചാൽ അത് ശാലിനിക്കുണ്ടാവുന്ന തീരാ നഷ്ടം തന്നെയാണ്. അവളുടെ മകളും അവളുടെ അനുജത്തിയുടെ മകളും ഒരുപോലെ ഇല്ലാതാവുമല്ലേ. അപ്പോഴാണ് മുകളിലേക്ക് കുട്ടികൾ ഓടിപ്പോയത് കണ്ട് പിന്നാലെ എത്തിയ ശ്യാമ സ്റ്റെയർ ഇറങ്ങി വരുന്ന രോഹിത്തിനോട് ചോദിച്ചു, കുട്ടികൾ എവിടെ രോഹിത്തെ? അവര് റൂമിലേക്ക് പോയല്ലോ എന്ന് രോഹിത്ത് മറുപടി നൽകിയത് കേട്ട് ശ്യാമയും നേരെ മുകളിലേക്ക് ഓടിപ്പോയി. ഈ സമയത്ത് ശാലിനി ആ കേക്ക് പീസ് നിന്നങ്ങനെ നിൽക്കുന്നത് കണ്ടതോടെ മധുശ്രീ കാർത്തിയോട് പറഞ്ഞു, ഞാനേ അവൾക്ക് ഒരാശംസ കൊടുത്തിട്ട് വരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മധുശ്രീ വേഗം ശാലിനിയുടെ അരികിലേക്ക് ചെന്നു. ശാലിനി എന്ന് വിളിച്ചതും ശാലിനി ഒന്നും മിണ്ടാൻ കൂട്ടാക്കാതെ നിന്നതും മധുശ്രീ ചോദിച്ചു, എന്താ ശാലിനി, ഞാൻ നിന്നെ വന്ന് വിളിച്ച് സംസാരിച്ചിട്ടും 6-7 വർഷത്തെ പരിചയമുണ്ടായിട്ട് പോലും നീ കണ്ട ആ ഒരു പരിചയഭാവം പോലും കാട്ടുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, 6-7 വർഷത്തെയല്ല, ഇനി 6 പതിറ്റാണ്ടിൻ്റെ പരിചയമുണ്ടെങ്കിലും പാമ്പിനെ കണ്ടാൽ ആരാണെങ്കിലും ഒന്ന് ഭയന്ന് മാറി നിൽക്കുമല്ലോ, എപ്പോഴാ അത് കൊത്തുകയില്ലെന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മധുശ്രീ പറഞ്ഞു, എന്തായാലും ശാലിനി, നമുക്ക് രണ്ടുപേർക്കുമിടയിൽ ഒരു മത്സരമുണ്ടായിരുന്നു. എന്നാൽ ആ മത്സരം ഇപ്പോഴില്ലാതായി. ഞാനും നീയും അതിലെ കാൻഡിഡേറ്റ്സ് ആയിരുന്നു മത്സരാർത്ഥികൾ. എന്നാൽ നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റൊരാളാണ് ആ കപ്പ് നേടിയെടുത്തത്. അതാണ് കാർത്തിക എന്ന് പറഞ്ഞതും ശാലിനി ഒന്ന് രൂക്ഷമായി കാർത്തികയെ നോക്കി. ആ സമയത്ത് മധുശ്രീ ശാലിനിയോട് പറഞ്ഞു, ശാലിനി, ഇപ്പോൾ നമുക്കിടയിൽ ഇനി ഇങ്ങനെയൊരു മത്സരത്തിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം നമ്മൾ രണ്ടുപേരും മത്സരാർത്ഥികളായിരുന്നെങ്കിലും നമുക്ക് രണ്ടുപേർക്കും വിജയിക്കാൻ കഴിഞ്ഞില്ല. വിഷ്ണു എന്ന ലക്ഷ്യത്തിൽ കാർത്തിക വന്നെത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിടയിലെ ഈ ശത്രുത മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും വിഷ്ണുവിന് ചേരുന്നത് ഒരു കണക്കിന് കാർത്തിക തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി
മധുശ്രീയെ നോക്കി. അപ്പോഴേക്കും മധുശ്രീ പറഞ്ഞു, വേറൊന്നും കൊണ്ടല്ല, നമ്മൾ രണ്ടുപേരെ പോലെയും സിവിൽ സർവീസിന്റെ ഭാരമൊന്നും കാർത്തികയ്ക്കില്ലല്ലോ. പിന്നെ സത്യാമ്മയുടെ ആഗ്രഹം പോലെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് വീട്ടുകാരിയായി ഇവിടെ കഴിഞ്ഞുകൂടാൻ കാർത്തികയ്ക്ക് കഴിയും. കാർത്തിക ഒരു അനാഥ പെൺകുട്ടിയായതുകൊണ്ട് അവളെ വീട്ടുകാരുടെ പിന്നാലെയുള്ള പായസനും അവൾക്കില്ലാതാനും. അതുകൊണ്ട് തന്നെ സത്യാമ്മ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായി മരുമകളായി ഇവിടെ അവൾക്ക് കഴിയാൻ സാധിക്കുമല്ലോ. ഞാനിന്ന് അവളെ അല്പം മുമ്പ് പരിചയപ്പെട്ടതേ ഉള്ളൂ എന്ന് മധുശ്രീ പറയുമ്പോൾ ശാലിനി ചോദിച്ചു, അത് ശരി, നീ കുറച്ചു നേരം ആയുള്ളൂ അവളെ പരിചയപ്പെട്ടിട്ട്, അല്ലാതെ യാതൊരു മുൻപരിചയവുമില്ല എന്ന് ശാലിനി സംശയത്തോടെ മധുശ്രീയോട് ചോദിക്കുമ്പോൾ മധുശ്രീ പറഞ്ഞു, മുൻപരിചയം എന്ന് പറഞ്ഞാൽ മുമ്പൊരു വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്, എന്നോട് ഒരു വഴി ചോദിച്ചു, അങ്ങനെയല്ലാതെ വേറെ പരിചയമൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, നമ്മളോട് വഴി ചോദിക്കുന്നവരെ കുറിച്ച് കൂടുതലൊന്നും നമ്മൾ അഡ്രസ്സൊന്നും അന്വേഷിക്കാറുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, മധുശ്രീ, എനിക്ക് ചില സംശയങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഇവിടെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ ഏകദേശം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഏകദേശ ചിത്രം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന നിമിഷം അതിൽ ഞാൻ നിന്നെ സംശയിക്കുന്നത് പോലെ അതിൽ നിനക്കും പങ്കുണ്ടെന്നറിയുന്ന ആ നിമിഷം നിന്റെ മുന്നിലേക്ക് ഞാൻ വരും മധുശ്രീ. നിനക്ക് അന്ന് ഒരു ഇഞ്ച് പോലും രക്ഷപ്പെട്ടോടാൻ എൻ്റെ അരികിൽ നിന്ന് കഴിയാത്ത വിധത്തിൽ നിന്നെ ഞാൻ പൂട്ടിയിരിക്കുമെന്ന് ശാലിനി മധുശ്രീയോട് പറയുമ്പോൾ അത് കേട്ട മധുശ്രീ മനസ്സിൽ പറഞ്ഞു, നീ അങ്ങനെ കത്തി കയറിക്കോ ശാലിനി, എന്നാൽ നിനക്ക് വരാൻ പോകുന്ന നഷ്ടം എന്താന്ന് അല്പസമയത്തിനുള്ളിൽ നീ തിരിച്ചറിഞ്ഞോളും എന്ന് പറയുമ്പോൾ മധുശ്രീ പറഞ്ഞു, ശാലിനി, ഞാൻ നിന്നോട് ഒരാശംസ പറയാനായിട്ട് വന്നതാണ്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ നിനക്ക് എൻ്റെ മേൽ അത്രമേൽ സംശയമുണ്ടെങ്കിൽ നീ വലിയ കളക്ടറല്ലേ, നിനക്ക് ആരെ വേണമെങ്കിലും കൊണ്ടുവന്ന് ഈ സംശയങ്ങൾക്കൊക്കെയുള്ള പരിഹാരം കണ്ടെത്താമല്ലോ. ഇനി പോലീസെന്നോ CBI എന്നോ അങ്ങനെ ഇന്റലിജൻസ് ആരെ വേണമെങ്കിലും കൊണ്ടുവരാമല്ലോ. അങ്ങനെ ഏത് എക്സൈസുകാരെയോ അങ്ങനെ നിനക്കിഷ്ടമുള്ള എത്ര വലിയ ഏജൻസികളെ വേണമെങ്കിലും കൊണ്ടുവന്ന് അന്വേഷിക്കാമല്ലോ. അപ്പോൾ പിന്നെ നിന്റെ ഈ അന്വേഷണത്തിൽ സംശയങ്ങൾക്കൊക്കെയുള്ള മറുപടി കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് തന്നെ കേട്ട ഉടനെ ഇന്റലിജൻസ് ബ്യൂറോയെ കൊണ്ടുവന്നാൽ പോലും നിനക്ക് ഇതിൻ്റെയൊക്കെയുള്ള ഉത്തരങ്ങൾ കിട്ടാമല്ലോ എന്ന് മധുശ്രീയുടെ ചോദ്യം കേട്ട് ശാലിനി പറഞ്ഞു, അങ്ങനെ വലിയ വലിയ ഓഫീസേഴ്സിനൊന്നും കൊണ്ടുവരേണ്ട കാര്യമൊന്നും എനിക്കില്ല മധുശ്രീ. കാരണം ഈ ഒരു കാര്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഇവിടുത്തെ ഈ സാധാരണ സിറ്റിസൺ എന്ന ആ ഒറ്റ ബഹുമതിയോടെ അങ്ങനെയുള്ള ഒരു ശാലിനിക്ക് ഇതിൻ്റെയൊക്കെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും, അല്ലാതെ കളക്ടർ പദവിയൊന്നും അതിനാവശ്യമില്ല മധുശ്രീ എന്ന് പറയുമ്പോൾ മധുശ്രീ ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു, ഓ അത് ശരി, എന്നാ നിനക്ക് താമസിയാറെ ഇതിൻ്റെ എല്ലാം പൊരുൾ നീ മനസ്സിലാക്കിക്കോളും ശാലിനി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ മധുശ്രീ പറഞ്ഞു, എന്തായാലും നമുക്കിടയിലുള്ള ഈ വിദ്വേഷത്തിൻ്റെ കാര്യമൊന്നും ഇനിയില്ല. അല്ല, ഞാനിപ്പോൾ വന്നത് നിന്നോടൊരു കാര്യം പറയാനാന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 3 പേർക്കും കൂടി ഷെയ്ഖാനെ നൽകി പിരിയാം, അതാണല്ലോ നല്ലത്. വെറുതെ ഈ ശത്രുത വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നമ്മൾ രണ്ടുപേരും നേടാൻ ശ്രമിച്ച ലക്ഷ്യത്തിലേക്ക് മറ്റൊരാൾ എത്തിക്കഴിഞ്ഞല്ലോ, ഇനി ആ ലക്ഷ്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കൈകൊടുത്ത് പിരിയാം നമുക്ക് 3 പേർക്കും, ഞാനും നീയും കാർത്തികയും എന്ന് മധുശ്രീ പറഞ്ഞത് കേട്ട് ശാലിനി കാർത്തികയുടെ കാര്യം കൂടി പറഞ്ഞത് കേട്ട് മധുശ്രീയോട് പറഞ്ഞു, അതേ മധുശ്രീ, വിഷ്ണുവേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ലക്ഷ്യമല്ല, എൻ്റെ സ്വപ്നമാണ്, എനിക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ദൂരം. അതുകൊണ്ട് തന്നെ വിഷ്ണുവേട്ടനെ മറ്റൊരാൾക്ക് സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ആ വിശ്വാസവും ഉറപ്പുമാണ് എൻ്റെ പ്രാണവായു, എൻ്റെ ജീവൻ. അതുകൊണ്ട് തന്നെ എൻ്റെ വിഷ്ണുവേട്ടനെ ഇതിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ എന്ന് പറയുമ്പോൾ ഉടനെ മധുശ്രീ മനസ്സിൽ പറഞ്ഞു, ഓ ഇവളെ അങ്ങ് വെട്ടിക്കീർന്നല്ലോ എന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് മധുശ്രീ ശാലിനിയോട് പറഞ്ഞു, ശരി, എന്തായാലും നിന്റെ ആത്മവിശ്വാസം കൊള്ളാം. പിന്നെ ഞാനിപ്പോൾ വന്നത് നിന്നെ ഒന്ന് വിഷ് ചെയ്യാനാണ്, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞ് ശാലിനിയുടെ നേരെ ഷെയ്ഖാന് നൽകാനായി കൈനീട്ടിയതും ഉടനെ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അവിസ്മരണീയ ദിവസമായി ഇത് മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, അതിനെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഒന്നും അല്ല എന്ന് ശാലിനി മറുപടി നൽകിയപ്പോൾ മധുശ്രീ പറഞ്ഞു, എന്നാലും ഇന്ന് നിന്റെ മകളുടെ കൂടി ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ട് ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദിവസമായി നിന്റെ ഓർമ്മയിൽ എന്നും ഉണ്ടാകട്ടെ, ഇനി ഒരിക്കലും ഇങ്ങനെ ആഘോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ അവളുടെ വാക്കുകളുടെ സംശയം കലർത്തി ശാലിനി മധുശ്രീയെ നോക്കിയപ്പോൾ മധുശ്രീ പറഞ്ഞു, അത് വേറൊന്നും കൊണ്ടല്ല, ഇന്ന് നിന്റെ അനുസരിയും നിന്റെയും കുട്ടികളുടെ ബർത്ത്ഡേ ഈ വീട്ടിൽ വെച്ച് ആഘോഷിച്ചല്ലോ, അടുത്ത വർഷം ഇനി അങ്ങനെ ഒരു ആഘോഷം നടന്നില്ലെങ്കിലോ, കാരണം വിഷ്ണുവിൻ്റെ വിവാഹം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, ഇനിയിപ്പോൾ അങ്ങനെ ഒരു ആഘോഷം ഉണ്ടാവില്ലല്ലോ എന്ന മധുശ്രീയുടെ വാക്കുകൾ കേട്ട് വേഗം മധുശ്രീയെ നോക്കി ശാലിനി തൻ്റെ കഴുത്തിൽ കിടന്ന ആ താലി മധുശ്രീയെ കാണിച്ചിട്ട് പറഞ്ഞു, മധുശ്രീ, ഈ താലി ഇതുപോലൊന്ന് ഈ ജന്മം ഒരാളുടെ കഴുത്തിലെ വിഷ്ണുവേട്ടൻ അണിയിക്കൂ എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസവും ഉറപ്പുമുണ്ട്. ആ ഉറപ്പുള്ളിടത്തോളം കാലം
ഇക്കാര്യത്തിൽ നീ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നുമില്ല. ഇനിയും ഇതുപോലെയുള്ള ബർത്ത്ഡേ ആഘോഷം നടക്കും. അതും ഈ വീട്ടിൽ വെച്ച് തന്നെ, ഇവിടെ വെച്ച് തന്നെ, സത്യാമ്മയുടെ വീട്ടിൽ വെച്ച് ഇതുപോലെ തന്നെ നടന്നിരിക്കും എന്ന് ശാലിനി മധുശ്രീയോട് പറയുമ്പോൾ മധുശ്രീ മനസ്സിൽ പറഞ്ഞു, നമുക്ക് കാണാം. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഇങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അവൾ ആലോചിക്കുന്നുണ്ടല്ലോ. എല്ലാം നശിച്ച് എല്ലാം തകർന്ന് അടിഞ്ഞു പോയിട്ടും അവളുടെ ഒരു ആത്മവിശ്വാസം ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നല്ലോ എന്നല്ല മധുശ്രീ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശാലിനിയോട് പറഞ്ഞു, ശരി ശരി, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് മധുശ്രീ അവിടെ നിന്ന് പോകുന്നു. ശാലിനി അപ്പോഴേക്കും മധുശ്രീയുടെ വാക്കുകൾ കേട്ട് കലിയോടെ അങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ അവിടെ വന്ന ആളുകളെ എല്ലാവരുടെയും അരികിലേക്ക് എത്തി സന്തോഷത്തോടെ അവരോടെല്ലാവരോടും ഇന്നിവിടെ നടന്ന ആഘോഷത്തിൽ പങ്കുചേർന്നതിൽ വളരെ സന്തോഷം അറിയിച്ചു. അങ്ങനെ നന്ദി അറിയിച്ചു അങ്ങനെ നിൽക്കുമ്പോഴാണ് സത്യാമ്മ എല്ലാവരോടുമായി പറഞ്ഞത്, അതെ, ഇനി ഉടനെ തന്നെ ഇവിടെ മറ്റൊരു സന്തോഷകരമായ ചടങ്ങ് കൂടി നടക്കാൻ പോകുന്നു. അപ്പോഴേക്കും മുകളിലേക്ക് കയറിപ്പോയ കുട്ടികൾ രണ്ടുപേരും കൂടി ചിരിച്ചു കളിച്ച് താഴേക്ക് ഓടിയെത്തി. സത്യാമ്മയുടെ അരികിലേക്ക് കുട്ടികൾ വന്നെത്തിയതോടെ സത്യാമ്മയെ, ഞങ്ങൾ അവിടെ എത്ര നേരം കളിക്കുകയായിരുന്നു സത്യാമ്മേ എന്ന് കുട്ടികൾ പറഞ്ഞത്. ശരി ശരി, എന്നാൽ രണ്ടുപേരും പോയി കളിച്ചോ എന്ന് പറഞ്ഞ് സത്യാമ്മ കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ കാർത്തിക സംശയത്തോടെ മധുശ്രീയോട് ചോദിച്ചു, മധുശ്രീ, കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മധുശ്രീ പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പവും കാണില്ല. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും മരുന്നിൻ്റെ എഫക്റ്റ് ഉണ്ടായി തുടങ്ങും. പെട്ടെന്ന് ഒരു മയക്കം ഉണ്ടാകും. അങ്ങനെ തളർന്നു വീഴും. മയക്കമാണെന്ന് മാത്രമേ എല്ലാവർക്കും മനസ്സിലാവൂ. പതിയെ പതിയെ അവരുടെ ഓരോ ഓർഗൻ്റെയും പ്രവർത്തനം നശിക്കും. അങ്ങനെ പതിയെ അവർ മരണത്തിലേക്ക് വഴുതി വീഴുന്നത്. എന്തായാലും കുട്ടികൾക്ക് അങ്ങനെ ഒരു മരണം സംഭവിച്ചാൽ പോലും എന്താണ് അവർ കഴിച്ചതെന്നും എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ ഒരു മരണം ഉണ്ടായതെന്നതിനെക്കുറിച്ചും എത്ര അന്വേഷണം നടത്തിയാലും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയില്ല. അതാണ് ആ കെമിക്കലിൻ്റെ പ്രത്യേകത എന്ന് മധുശ്രീ കാർത്തികയോട് അറിയിച്ചു. എന്തായാലും ഇവരിൽ ആര് മരിച്ചാലും ഇനി രണ്ടുപേര് മരിച്ചാലും നമുക്ക് നേട്ടം തന്നെയാണ് എന്ന് പറഞ്ഞ് മധുശ്രീ സന്തോഷത്തോടെ തൻ്റെ പക ഇതോടെ അവസാനിക്കുകയാണെന്നും ശാലിനിക്ക് ഇതിൽ പരം വലിയൊരു തിരിച്ചടി തനിക്ക് നൽകാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങനെ നിൽക്കുമ്പോൾ കുട്ടികൾ സന്തോഷത്തോടെ കളിക്കാനായി മുകളിലേക്ക് പോയി. ഈ സമയത്ത് പൊന്നിയോടും പിള്ളേച്ചനോടും കൂടി സത്യഭാമ അകത്തേക്ക് പോയി കുട്ടികളെ നോക്കാനായി പറഞ്ഞു. രണ്ടുപേരും കൂടി അകത്തേക്ക് പോയ സമയത്ത് സത്യഭാമ അവിടെ വന്നെത്തിയ എല്ലാവരെയും നോക്കി പറഞ്ഞു, അതെ, ഉടനെ തന്നെ ഈ വീട്ടിൽ മറ്റൊരു മംഗളകരമായ കാര്യം നടക്കാൻ പോവാണ് എന്നറിയിച്ചു. അത് കേട്ടതോടെ എന്താ സത്യാമ്മ എന്ന് എല്ലാവരും അതിശയത്തോട് ചോദിക്കുമ്പോൾ വിഷ്ണുവിനെ നോക്കി സത്യഭാമ പറഞ്ഞു, വിഷ്ണു ഇങ്ങോട്ട് വാ. അപ്പോഴേക്കും വിഷ്ണു അരികിലേക്ക് ചെന്ന് നിന്നതും അപ്പുറത്ത് മധുശ്രീയുടെ അരികിൽ നിൽക്കുന്ന കാർത്തികയെ സത്യഭാമ വിളിച്ചു. മോളെ കാർത്തികയെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സത്യാമ്മ അരികിലേക്ക് വിളിച്ചു നിർത്തി. വിഷ്ണുവിനെയും കാർത്തികയും ഒരുമിച്ച് നിർത്തിയിട്ട് സത്യഭാമ എല്ലാവരും കേൾക്കേ എല്ലാവരോടുമായിട്ട് സത്യഭാമ പറഞ്ഞു, അതെ, അടുത്തയാഴ്ച ഇവിടെ നടക്കാൻ പോകുന്ന മറ്റൊരു മംഗളകരമായ ചടങ്ങുണ്ട്. എൻ്റെ വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും വിവാഹം. അത് കേട്ടതോടെ എല്ലാവരും ആകെ ഞെട്ടിത്തിരിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ സത്യഭാമ പറഞ്ഞു, സത്യത്തിൽ ഞാനിങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നേരത്തെ ആലോചിച്ചതാണ്. എന്തായാലും ഞങ്ങളറിയാതെയാണ് ഇങ്ങനൊരു വിവാഹം നടത്തിയെങ്കിലും ഈ നാടൊട്ടുക്കുള്ള എല്ലാവരും വിവാഹത്തെക്കുറിച്ച് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ അടുത്തയാഴ്ച വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും കൂടി വിവാഹം ഈ നാട്ടുകാരുടെ എല്ലാം സാന്നിധ്യത്തിൽ വെച്ച് നടത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് സത്യഭാമ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ കാർത്തികയും വിഷ്ണു നിൽക്കുമ്പോൾ അവിടെ ഈ വിശേഷത്തിൽ പങ്കെടുക്കാനെത്തിയവരെല്ലാവരും സന്തോഷപൂർവ്വം കൈയടിച്ചു. വിഷ്ണുവും കാർത്തികയും വല്ലാതെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അതിനേക്കാളേറെ ഞെട്ടൽ പുറത്തുനിന്ന് ഈ വാർത്ത കേട്ട ശാലിനിയിലുണ്ടായി. സത്യാമ്മ അതെല്ലാം തൻ്റെ കൃത്യമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു. ശാലിനിയുടെ മനസ്സ് തകർക്കാനായിട്ട് ഇതിൽ പരം നല്ലൊരവസരം വേറെയില്ല എന്നുള്ള സന്തോഷത്തോടെ സത്യഭാമ അങ്ങനെ എല്ലാവർക്കും മുന്നിൽ ഇതുപോലൊരു കാര്യം അറിയിച്ചിട്ട് സത്യാമ്മ പുറത്തു നിൽക്കുന്ന ശാലിനിയെ കണ്ടു. വേഗം തന്നെ സത്യഭാമ ശാലിനിക്കരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അതെ, അടുത്തയാഴ്ച എൻ്റെ മകൻ്റെയും കാർത്തികയുടെയും വിവാഹമാണ്. തീർച്ചയായിട്ടും വരണം എന്ന് ശാലിനിയെ ക്ഷണിക്കുമ്പോൾ ആ വാക്കുകൾ കേട്ട് കണ്ണു നിറഞ്ഞ് മറുപടിയൊന്നും പറയാതെ ശാലിനിയെ പുറത്തേക്ക് പോയി. കാറിനരികിൽ പോയി നിൽക്കുന്ന ശാലിനിക്കരികിലേക്ക് വിഷ്ണു ഓടിയെത്തി. അപ്പോഴേക്കും ശാലിനി നിറകണ്ണുകളോടെ നിൽക്കുന്നത് കണ്ട് വിഷ്ണു അരികിലേക്ക് എത്തി ശാലിനി എന്ന് വിളിച്ചു. ഈ സമയത്ത് ശാലിനി പറഞ്ഞു, വേണ്ട വിഷ്ണുവേട്ടാ, ഇനി എനിക്കൊന്നും വിഷ്ണുവേട്ടനോട് പറയാനോ സംസാരിക്കാനോ ഇല്ല എന്ന് ശാലിനി അറിയിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, എൻ്റെ ശാലിനി, ഇനിയെങ്കിലും എൻ്റെ ചോദ്യത്തിന് മറുപടി പറ, സത്യയുടെ കാര്യമാണ് എനിക്കറിയേണ്ടത് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ, സത്യമോളുടെ കാര്യം ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ. സത്യാമ്മയുടെ ചോരയാണ് ഈ വീട്ടിൽ ചോര എന്ന് ശാലിനി മറുപടി നൽകുമ്പോൾ വിഷ്ണു ആ വാക്കുകൾ കേട്ട് ശരിക്കും തൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം മാത്രം എന്തുകൊണ്ട് വ്യക്തമായി ശാലിനി പറയുന്നില്ല എന്ന സംശയത്തിൽ വിഷ്ണു ശാലിനിയെ നോക്കുന്നു. എൻ്റെ മകളാണ് സത്യം എന്നുള്ള കാര്യം എന്തുകൊണ്ട് എന്നോട് തുറന്നു പറയാൻ മടി കാട്ടുന്നു എന്നതായിരുന്നു വിഷ്ണുവിൻ്റെ അപ്പോഴത്തെയും ആശങ്ക.
ഈ സമയം ഇതിൻ്റെ സത്യാവസ്ഥ തനിക്ക് ബോധ്യപ്പെട്ടേ തീരുവെന്ന് വിഷ്ണു മനസ്സിലുറപ്പിക്കുമ്പോൾ ശാലിനിക്ക് അരികിലേക്ക് ഓടിയെത്തിയ പാപ്പിമോളെ സത്യമോളെയും കൂട്ടിക്കൊണ്ട് ശാലിനി വേഗം അവിടെ നിന്ന് മടങ്ങുന്നു. പോകുന്ന സമയത്ത് ശാലിനിയുടെ മടിയിലേക്ക് തലചായ്ച്ച് സത്യ പറഞ്ഞു, അമ്മേ എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടന്നോട്ടെ. അത് കേട്ടതും ശാലിനി കിടന്നോളാനായി സത്യയോട് അറിയിച്ചു. അങ്ങനെ സത്യ ശാലിനിയുടെ മടിയിലേക്ക് തലചായ്ച്ച് അങ്ങനെ കിടക്കുമ്പോൾ വിഷ്ണുവിൻ്റെ അരികിലെത്തി കാർത്തിക തനിക്കുണ്ടായ കയ്യബദ്ധത്തെക്കുറിച്ച്, അവസാനം മധുശ്രീ തന്നെ ബലമായി തന്നെ കൊണ്ട് ചെയ്ത ആ പ്രവൃത്തിയെക്കുറിച്ച് വിഷ്ണുവിനോട് ഏറ്റു പറയുകയും വിഷ്ണു തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായി വേഗം തന്നെ ബുള്ളറ്റ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുന്നു.